കണ്ണൂർ ജില്ലയുടെ പ്രവേശന കവാടമാണ് മോന്താൽ. അവിടെയാണ് പ്രസിദ്ധ സൂഫി വര്യൻ മോന്താൽ അബ്ദുറഹ്മാൻ ഷെയ്ഖ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മാതാപിതാക്കളുടെ 5ാമത്തെ മകനായിട്ടാണ് അബ്ദുറഹ്മാൻ ഷെയ്ഖ് പൂജാതനായത്. 4 മാസത്തിൽ തന്നെ മാതാവ് വിട പറഞ്ഞു. നാട്ടിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഷെയ്ഖ് പൊന്നാനിയിൽ വിളക്കത്തിരുന്നു. മക്തൂമുൽ അക്ബർ സൈനുദ്ദീൻ മഅബരി അബു ഇബ്രാഹിം ആയിരുന്നു ഗുരുവര്യർ. പിന്നീട് പാറക്കടവ് ഖാദി മുഹമ്മദ് മൗലവിയുടെ അടുത്തും പഠനം നടത്തി. എല്ലാ ഇസ്ലാമിക വിജ്ഞാനങ്ങളിലും അഗാധജ്ഞാനം നേടിയ ഷെയ്ഖ് അവറുകൾ വലിയ സൂഫിയും സൂക്ഷ്മാലുവും ആയിരുന്നു. ഷെയ്ഖിൻ്റെ വലതുകാലിന് ഒരു വേദന ഉണ്ടായിരുന്നു. എല്ലാ ചികിത്സയും പരാജയപ്പെട്ടപ്പോൾ ഷെയ്ഖ് അവറുകൾ ബഗ്ദാദിലെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ മക്കാം സിയാർത്ത് ചെയ്യാൻ നേർച്ചയാക്കി. ബോംബെ, സൂറത്ത് വഴിയാണ് ബാഗ്ദാദിലേക്ക് പോയത്. കുഴിപ്പുറം മുഹമ്മദ് ഹാജിയും ഷെയ്ഖ് അവറുകളെ അനുഗമിച്ചു. ബഗ്ദാദിലെത്തിയ ഷെയ്ഖിനോട് താക്കോൽ സൂക്ഷിപ്പുകാരൻ "നിങ്ങളാണോ ഷെയ്ഖ് അബ്ദുറഹ്മാൻ" എന്ന് ചോദിച്ചു. കൂടെയുള്ളത് മുഹമ്മദ് ഹാജി ആണോ എന്നും. അതെ എന്ന മറുപടി കേട്ട ഉടനെ "ഇന്നലെ രാത്രി മുഹീദ്ദീൻ ഷെയ്ഖ് നിങ്ങൾ വന്നാൽ തരാൻ പറഞ്ഞതാണെന്ന്" പറഞ്ഞ് താക്കോൽ നൽകി. ബഗ്ദാദിൽ നിന്നും പരിചയപ്പെട്ട വിശ്വോത്തര പണ്ഡിതൻ സയ്യിദ് മുസ്തഫയാണ് ഇനി നിങ്ങളുടെ പേര് കുഞ്ഞാവയല്ലെന്നും ഷെയ്ഖ് അബ്ദുറഹ്മാനാണെന്നും പ്രഖ്യാപിച്ചത്. ഷെയ്ഖും ഹാജിയും അവിടെ 2 മാസം താമസിച്ചു. ഈ യാത്രയിൽ ധാരാളം ഇജാസത്തുകൾ കിട്ടി. അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കറാമത്തുകൾ വെളിപ്പെടുകയും ഉണ്ടായി. പ്രധാന ആത്മീയ ശിഷ്യന്മാർ ഇവരാണ്: കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, പയ്യനാട് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പയ്യനാട് മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ് ഐലക്കാട് സിറാജുദ്ദീൻ ഖാദിരി. അവരുടെ ശിഷ്യനാണ് ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും ഇ.കെ. ഉമറുൽ ഖാദിരിയും. ഷെയ്ഖിൻ്റെ മറ്റൊരു ശിഷ്യനാണ് സി.എം. വലിയുല്ലാഹിയുടെ ഗുരുവായ കണ്ണൂർ സയ്യിദ് ഹാമിദ് കുഞ്ഞിക്കോയത്തങ്ങൾ. ഷെയ്ഖിൻ്റെ മൗലീദ് എഴുതിയ വടക്കേക്കാട് ഞമനേക്കാട് ഏനിക്കുട്ടി മുസ്ലിയാരും ഒരു ആത്മീയ ശിഷ്യൻ തന്നെ. മിൻഹത്തുല്ലാഹിൽ മന്നാൻ അല ദിക്രി മനാക്കിബ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നാണ് മൗലൂദിൻ്റെ പേര്. യാദൃശ്ചികതകൾ ഏറെയുള്ളതാണ് ഷെയ്ഖിൻ്റെ ജീവിതം. മാതാവിനെ അറിയാതെ കഴിയാതെ ഇരിക്കുക, തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏറെ അകലെ മറ്റൊരു സ്ഥലമായ കണ്ണൂരിൻ്റെ മണ്ണിൽ ജീവിതം കരുപ്പിടിപ്പിക്കുക, അതിലേറെ ആയിരക്കണക്കിന് ഖാദിരി പാതികർക്ക് അത്താണിയാവാൻ വേണ്ടി ബഗ്ദാദിലേക്ക് ഗൗസുൽ ആലം വിളിച്ചു വരുത്തിയ പോലെയുള്ള ഒരു ആത്മീയ സഞ്ചാരം സാധ്യമാവുക. അതെ, മോന്താൽ ഷെയ്ഖ് അപൂർവതകൾ നിറഞ്ഞ ഒരു സൂര്യ തേജസ്സു തന്നെ. ഏറ്റവും നല്ല കലിമത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ مولاي